എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ക്രിസ്മസ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഏതൻസ് മരിയ ഹോം ഗാർഡനിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജെസ്സി ജെയിംസ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റുകളെയും പച്ചക്കറികളെയും അതുപോലെ തന്നെ കുറച്ച് ചെടികളെയും പരിചയപ്പെടുത്തുവാനായിട്ടാണ്. ഞാൻ നട്ടു വളർത്തിയ ഫ്രൂട്ട്സ് പ്ലാന്റുകളും പച്ചക്കറികളുമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. എൻ്റെ കൂട്ടുകാരെ കാണിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ കുറച്ച് ചെടികളെയും പരിചയപ്പെടുത്തുന്നുണ്ട്. അടുത്ത ആഴ്ചയിൽ വീണ്ടും ചെടികളെ തിരിച്ച് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ആദ്യമായി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ പച്ചക്കറിത്തോട്ടമാണ്. ഇതാണ് എൻ്റെ പച്ചക്കറിത്തോട്ടം എന്ന് പറഞ്ഞാൽ പയർ നട്ടിരിക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ഇതാണ് എൻ്റെ പയറും തോട്ടത്തിൽ ഒത്തിരി കൂട്ടുകാർ വന്ന് എല്ലാവരും തത്തകളും അതുപോലെ തന്നെ പൂത്താങ്കിരികളും കിളികളൊക്കെ വന്ന് എല്ലാം കൊത്തിക്കൊണ്ടുപോയി. അവരുടെയും ഭക്ഷണം ഇതൊക്കെ തന്നെയാണ്. ഇപ്പം ഞാൻ വരുമ്പോൾ ഒരു 3-4-5 തത്തയും പൂത്താങ്കിരികളും എല്ലാം എൻ്റെ ചെടിയിൽ വന്ന് ഒക്കെ പയർ കൊത്തിക്കൊണ്ടുപോയി. ഇതാണ് എൻ്റെ വലിയ ചെറുനാരങ്ങയുടെ തൈ പൂത്തിട്ടില്ല കേട്ടോ. പൂക്കേണ്ട പ്രായമായി, എന്തുകൊണ്ടെന്ന് അറിയില്ല. നല്ല വലിപ്പമുള്ള തൈയാണ്. ഇതാണ് എൻ്റെ പയറിൻ്റെ തോട്ടം. വേറെയും ഉണ്ട് കേട്ടോ, വേറെയും പയറുണ്ട്. അതുപോലെ തന്നെ കുക്കുംബറുകൾ ഇങ്ങനെ. ഇതാണ് എൻ്റെ കുക്കുംബറിൻ്റെ തണ്ട്. ഇതാണ് ചെറുതരും ഒക്കെ ആയി വരുന്നുണ്ട്. ഇതൊക്കെയാണ് കുക്കുംബർ. വേറെയും കുക്കുംബറൊക്കെ ഉണ്ട് കേട്ടോ, കാണിച്ചു തരാം. പയറും തോട്ടമാണ്. ഇതാണ് വേറെ പച്ചിക്കത്തോട്ടത്തിലേക്ക് കിടക്കുകയാണ്. ഇതിൽ ഇഞ്ചിയും പയറുമാണ് നട്ടിരിക്കുന്നത്. ഇതെല്ലാം ഇഞ്ചിയും പയറുമാണ് നട്ടിരിക്കുന്നത്. ഇതാണ് എൻ്റെ കാന്താരി, പൊന്നാങ്കണ്ണി മുതലുണ്ട് കേട്ടോ. പൊന്നാങ്കണ്ണി ചീരയാണ് ഈ കാണുന്നത്. ഇതാണ് എൻ്റെ വേറെ പച്ചക്കറിത്തോട്ടം. പയറുകളൊക്കെ ഉണ്ടായി കിടക്കുന്ന. ഇതാണ് അച്ചിങ്ങ ഉണ്ടായി കിടക്കുന്നതാണ് ഈ കാണുന്നത്. അതുകൂടാതെ കുക്കുംബറും താഴെ കുക്കുംബറും ഉണ്ടായി കിടക്കുന്നു. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കോവയ്ക്ക ഉണ്ടായി തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് പടർന്നു തുടങ്ങിയിട്ടുള്ളൂ. ഇനി അടുത്ത ഒരു മാസം കഴിയുമ്പോൾ ഞാൻ വേറൊരു വീഡിയോ ഇട്ട് കാട്ടിത്തരാം കേട്ടോ എൻ്റെ പച്ചക്കറികളൊക്കെ. എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് ഇതല്ല കേട്ടോ, ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ മുകളിൽ കാട്ടിത്തരാം. ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ പച്ചക്കറിത്തോട്ടം. ഇനി ഞാൻ എൻ്റെ ഫ്രൂട്ട്സ് തോട്ടം കാണിച്ച്. അടുത്തതായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫ്രൂട്ട്സ് തൈകളും ഇളയാണ്. ഇത് ഇരുമ്പമ്പുളിയാണ്, നല്ല വലിപ്പമുള്ള ഇരുമ്പമ്പുളിയാണ്. ഇതിൻ്റെ ചോട് ഡ്രാഗൺ ഫ്രൂട്ട് മുളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇരുമ്പമ്പുളി. ഇരുമ്പമ്പുളി പൂത്ത് നിൽക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. ഇരുമ്പമ്പുളി ഇത്തവണ എനിക്ക് കറി വയ്ക്കാൻ ഇരുമ്പമ്പുളി ഉണ്ടായിരിക്കുന്നതാണ്. ഇതാണ് ഈ കാണുന്ന എൻ്റെ പൂത്ത് നിൽക്കുന്നത് കണ്ടോ. കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല, എനിക്ക് കാണാം കേട്ടോ. ഞാൻ ഈ തൊട്ടേക്കുന്നതാണ് കണ്ടോ. ഇതാണ് ഇരുമ്പമ്പുളിയുടെ കായ വരുന്നത്.
ഇതാണ് ഇരുമ്പൻപുളിയുടെ കായ വരുന്നത്. നല്ല പൊക്കത്തിലുള്ള ഇരുമ്പൻപുളിയാണ്. അടുത്തതായിട്ട് റെഡ് പേരയാണ്. പേരയൊക്കെ കഴിഞ്ഞെല്ലാം കാച്ചതാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള പേരയാണ് കേട്ടോ ഇത്. ഇതാണ് പേര. നല്ല വലിപ്പമുള്ള പേരയാണ്. ഇത് അമ്പഴമാണ്. കാച്ച കഴിഞ്ഞതെല്ലാം തുടങ്ങി ഒത്തിരി അമ്പഴങ്ങ എപ്പോഴും സീസണില്ലാതെ കായ്ക്കുന്ന അമ്പഴമാണിത്. ഇതാണ് അമ്പഴം. ഇതാണ് അമ്പഴം. ഇത് കുറ്റിക്കുരുമുളകാണ്. ഇതാണ് കുറ്റിക്കുരുമുളക് കായ്ച്ചു നിൽക്കുന്നത്. ഇത് വേറൊരു പേരയാണ്. ഇത് നല്ല ടേസ്റ്റുള്ള പേര തന്നെയാണ്. ഈ 2 എണ്ണം പഴുത്ത് ഞങ്ങൾ കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. ചെറിയ പേരയാണ്. അപ്പോഴേക്കത് കായ്ച്ചു തുടങ്ങി. ഇത് വലിയ പേരയാണ്. നല്ല വലിപ്പം വയ്ക്കുന്ന പേരയ്ക്കുള്ള പേരയാണ് ഈ കാണുന്നത്. അതിൻ്റെ ചുവട്ടിൽ ഞാൻ 10 മണിയും നട്ടിട്ടുണ്ട്. കണ്ടോ, സുന്ദരികളായിട്ട് നിൽക്കുന്നു 10 മണി. ഇതും റെഡ് പേര തന്നെയാണ് കേട്ടോ. നല്ല പൊക്കത്തിൽ പോയേക്കുന്ന റെഡ് പേര. ഇതിൽ ഇഞ്ചിയുമുണ്ട്, കാന്താരിയുമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കുറ്റിക്കുരുമുളകുണ്ട്. ഇതും കായ്ച്ചു നിൽക്കുന്ന അമ്പഴം തന്നെയാണ്. ഇന്നാൾ ഞാൻ ഒത്തിരി പറിച്ചു. ഇത് ഇത് ഇങ്ങനെ കിടക്കുന്നത് കാണാനാണ് എപ്പോഴും നല്ല ഭംഗി. കായ്ച്ചു കിടക്കുന്നത് ഇതൊരു ചെടിയാണ്. ഇത് നമ്മുടെ ഒരു ചെറുനാരങ്ങത്തിൻ്റെ തയ്യാണിത്. തയ്യല്ല, ഇത് ചെറുനാരങ്ങ ഉണ്ടായ ഒരു തൈയാണ് കേട്ടോ. അത് കാഴ്ച മദർ പ്ലാന്റ് ആണ്. ഇതെന്താന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഇതെന്താന്നുള്ളത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് മെസ്സേജ് വിടണേ. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ഇതും കുറ്റിക്കുരുമുളക് നിറച്ചുണ്ടായി നിൽക്കുന്ന കുറ്റിക്കുരുമുളകാണ്. ഇത് ലേഡി, നല്ല ഭംഗി റെഡ് പപ്പായാണ്. ലേഡി എന്നാണെന്ന് തോന്നുന്നു ഇതിന് പറയുന്നത്. ഞാനിതൊരു ഫാമിൽ നിന്ന് വാങ്ങിച്ചതാണ്, നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് സീതച്ചക്കയാണ്. ഇതും കുറ്റിക്കുരുമുളക്. ഇത് നമ്മുടെ മാങ്ങയാണ്. കണ്ടോ, കായ്ച്ചു നിൽക്കുന്ന മാങ്ങ കാണാൻ എന്ത് ഭംഗിയായിട്ട്. എന്നും വന്ന് നമുക്കിത് നോക്കുമ്പോൾ എന്ത് സന്തോഷമാണെന്നോ. ഇത് കാണാൻ തന്നെ നല്ലൊരു സന്തോഷമല്ലേ. നമ്മൾ എന്നും വന്ന് മാവിൻ്റെ കിടക്കയിലേക്ക്, പ്ലാവ്, മാവ്, എല്ലാം ചെടികളുടെ തൈകളുടെയൊക്കെ കിടക്കയിലേക്ക് നമുക്ക് വന്ന് നോക്കിയാൽ നല്ല ഭംഗി. ഇതും സീതച്ചക്ക തന്നെ, നല്ല വലിപ്പമുള്ള സീതച്ചക്കയാണ്. ഇത് നമ്മുടെ മഞ്ഞ ചിത്തിയാണ്. ഇതും സീതച്ചക്ക തന്നെ. ഇത് നമ്മുടെ വെളിഞ്ഞീനില്ലാത്ത, പശയില്ലാത്ത പ്ലാവാണത്. ഇതാണ് പ്ലാവ്. ഇതും റെഡ് പേര തന്നെ, നല്ല വലിപ്പം വെച്ച പേരയാണ് ഈ കാണുന്നത്. ഇതൊരു മാവാണ്. ഇത് വിയറ്റ്നാം എയർലി പ്ലാവാണ്. ഇതും പേര തന്നെ. ഇത് നമ്മുടെ സീതച്ചക്ക ഉണ്ടായ ഒരു ഇതാണ് കേട്ടോ, മദർ പ്ലാന്റ് ആണ്. ഇവിടെയും പേര തന്നെ. ഇത് മാവാണ്. പൂക്കണോ പൂക്കണ്ടേ എന്നോർത്ത് നിൽക്കുന്ന മാവാണ്. ഇത് ഇരുമ്പൻപുളിയാണ്, വലിപ്പമുള്ള ഇരുമ്പൻപുളിയാണ്. ഇത് കുറ്റിക്കുരുമുളക്. ഇത് വിയറ്റ്നാം എയർലി പ്ലാവൻ തൈ. ഇത് എൻ്റെ പടർന്നു വന്നുകൊണ്ടിരിക്കുന്ന മുന്തിരിയുടെ തണ്ടാണ്. ഞാൻ വാങ്ങിച്ച് നട്ടതാണ്. ഇതും വേറൊരു മാവാണ്.
ഇത് നമ്മുടെ മൾബറിയുടെ പഴമൊക്കെ കിളികൾ കൊത്തിക്കൊണ്ടുപോയി. കാച്ച് മൾബറിയാണ് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നത്. ഇതാണ് മൾബറി ഒക്കെ കിളികൾ കൊത്തിക്കൊണ്ടുപോയി. ഇത് വേറൊരു ചെടിയാണ്. ഇതെല്ലാം ഇവിടെയുണ്ട് ഒരമ്പഴം. ഇത് ഡോറാപ്പെറ്റലാണ്. ഇതും ഒരു പ്ലാവും തൈയാണ്. ഇത് ബ്ലീഡിങ് ഹാർട്ടാണ്. ഇത് നല്ല കുലച്ച് നിൽക്കുന്ന മാവും തൈ, കാശ് നിൽക്കുന്ന മാവും തൈ കണ്ടോ, നല്ല ഭംഗിയായിട്ട്. പിന്നെ മാങ്ങയൊക്കെ ഉണ്ടായി തുടങ്ങി, കുരുകുരുന്നുള്ള മാങ്ങ ഉണ്ടായിട്ടുണ്ട്. ഇത് വേപ്പൻ തൈയാണ്. ഇവിടെ കുറ്റിക്കുരുമുളകുണ്ട്, അമ്പഴമുണ്ട്. ഇതൊക്കെ അമ്പഴങ്ങ കാച്ച് നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ വലിയ പേരയും ഇവിടെയുണ്ട് കേട്ടോ. ഇത് നമ്മുടെ വേപ്പാണ്. ഇത് ചെറുനാരകമാണ്. ഇതിൻ്റെ പേര് എന്താണെന്ന് അറിയില്ല കേട്ടോ. ഇത് പൂ കുത്തിയേക്കുന്നതാണ്. ഇത് കുറേ കാലമായി ഇത് നട്ടിട്ട്. ഇത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാതെ ഇരിക്കുകയാണ്. ഇത് നമ്മളുടെ മാതള നാരങ്ങയാണ്. കറ്റാർവാഴയാണ് ഈ കാണുന്നത്. ഒക്കെ ക്ലീൻ ആക്കാനുണ്ട്. ഒരു വശത്തേക്കടെ ക്ലീൻ ആക്കുമ്പോഴേക്കും അടുത്ത വശത്തേക്കടെ വൃത്തികേടായി കിടക്കും. ഇതൊക്കെ ഇഞ്ചിയൊക്കെ നട്ടേക്കുന്നതാണ് ചെടികൾ. ഇതാണ് എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട്. രണ്ടാമത്തെ കടയാണ് ഈ കയറി കിടക്കുന്നത്. മൂന്നാമത്തെ കടയാണ് ഈ കാണുന്നത്. ഒക്കെ കായ്ച്ച ഡ്രാഗൺ ഫ്രൂട്ടുകളാണ്. ഇതാണ് ഈ കാണുന്നത്. വാർക്കപ്പുറത്ത് കുറച്ച് ചെടികളൊക്കെ വച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ചെടികൾ. ഒക്കെ ഫ്ലവർ ഇട്ട് തുടങ്ങുന്നതേ ഉള്ളൂ. ഈ ഫ്ലവറിൻ്റെ ഇത് ഒരു ചെടിയാണ്. ഇതിന് തൈകൾ കുറച്ച് വിൽപ്പനയ്ക്കായിട്ടുണ്ട്. എൻ്റെ കളറ് മാറി വരുന്നതേ ഉള്ളൂ. ഇതൊക്കെയാണ് എൻ്റെ വാർക്കപ്പുറത്തെ വിശേഷങ്ങൾ. ഞാൻ ഇതിലും പയറുകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പടർത്താനായിട്ട് വലയൊക്കെ ഇട്ടിട്ടുണ്ട്. അത് കുറച്ച് പോയത് ഞാൻ ഇന്ന് നട്ടിട്ടുള്ളൂ. എല്ലാ ടയറുകളിലും നട്ടിട്ടുണ്ട്. എനിക്ക് പച്ചക്കറി ഇടാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. എന്നാൽ നമുക്കിനി ചെടിയിലേക്ക് പോകാം. ഇനി നമുക്ക് ചെടികളെ പരിചയപ്പെടാം. ആദ്യമായിട്ട് അഡീനിയം പ്ലാന്റുകളാണ്. ഇതൊക്കെയാണ് ഫ്ലവറുകൾ. ഈ കാണുന്നതാണ് ഫ്ലവറുകൾ. ഇത്തരം കളറുകളെ ഫ്ലവറായിട്ടുള്ളൂ. ഇതാണ് റെഡ് കളറ്. ഇത് വേറൊരു കളറാണ്. ഇത് ഡബിൾ പെറ്റലാണ്. നല്ല വലിപ്പമുള്ള പ്ലാന്റാണ് ഈ കാണുന്നത്. ഇതൊക്കെയാണ് ഫ്ലവറിട്ട പ്ലാന്റുകൾ. ഈ റോസ് മാത്രമേ ഫ്ലവറായിട്ടുള്ളൂ. ഇത് വേറൊരു ഫ്ലവറുള്ള പൂവാണ്, ചെടിയാണ്. നമ്മുടെ കടലാസ് ബൊഗൈൻവില്ലയാണ് ഈ കാണുന്നത്. വേറൊരു ചെടിയാണ്. അതിൻ്റെ തന്നെ വേറൊരു ചെടിയാണ് ഈ കാണുന്നത്. അവിടെ ആമസോൺ ബ്ലൂ ആണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ ഹോസ്പിറ്റലുകളിലും കമ്പനികളിലൊക്കെ ഫ്രണ്ട് നിൽക്കുന്ന നല്ല പിരിഞ്ഞു കിടക്കുന്ന ഇലയോട് കൂടിയ പ്ലാന്റാണ്. പനയാണത്. 10-20 തൈകളുണ്ടാവും. ആർക്കെങ്കിലും ഹോൾസെയിലുകാർക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ്. ഇതാണ് വേറൊരു, ഇത് ഫ്ലവർ ഇട്ട് വരുന്നതേ ഉള്ളൂ. അതും കുറച്ച് തൈകളുണ്ട്, ചെടികളുണ്ട്. ഇതാണ് വേറെ ഫ്ലവർ ഉണ്ടായി നിൽക്കുന്ന ചെടികൾ. ഇതാണ്
വേറെ സെക്ഷനിലുള്ളത്. ഈ കാണുന്നതാണ് വേറെ സെക്ഷൻ. ഇത് റെഡ് എംറാൾഡിൻ്റെ തൈകളാണ്. നല്ല മെച്ചുറായ പ്ലാന്റുകളാണ്. ഒരു തൈക്ക് 200 രൂപയാണ് വില വരുന്നത്. എൻ്റെ നോടുകൾ മുറിച്ചാൽ ഒത്തിരി ചട്ടികളിൽ വയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു തൈക്ക് വില വരുന്നത് 200 രൂപയാണ്. ഇതിൻ്റെ താഴെ 10 മണികളുടെ ഫോട്ടോ കൊടുക്കുന്നതാണ്. ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. DTDC വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയുമാണ് ചെടികൾ അയച്ചു കൊടുക്കുന്നത്. പോസ്റ്റ് ഓഫീസ് വഴിയാണെങ്കിൽ പ്രത്യേകം എടുത്തു പറയാം, അത് അഡ്രസ്സിൽ കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം. ബൈ.